എന്താണ് ആത്മാന്വേഷണം? ആത്മാന്വേഷണം അഥവാ ആത്മീയത എന്നാൽ എന്താണ്? എന്താണ് ആത്മീയ ജീവിതം? എന്താണ് ആത്മാന്വേഷണം? അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുക, ബ്രഹ്മത്തെ അന്വേഷിക്കുക, ആത്മസാക്ഷാത്കാരം, നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കുകളാണ്. പക്ഷെ സത്യത്തിൽ നമ്മൾ എന്താ അന്വേഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും ആത്മാവിനെ അന്വേഷിച്ചിട്ടില്ല. ഒരു നാച്ചുറലായിട്ട് എനിക്ക് ആത്മാവിനെ അറിയണം എന്നൊരു ഫീല് ഒരാളുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടില്ല. ഏതൊരു ജീവൻ്റെ ഉള്ളിൽ നിന്നും വന്നിട്ടുള്ളത് സമാധാനമാണ് അന്വേഷിച്ചിട്ടുള്ളത്, സ്വസ്ഥതയാണ് അന്വേഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമാധാനം അന്വേഷിച്ച് അവൻ നടത്തിയിട്ടുള്ള യാത്രകൾ ആദ്യം തുടങ്ങിയിട്ടുള്ളത് ഏറ്റവും പുറത്തുനിന്നാണ്. പ്രാഥമികമായ ആവശ്യങ്ങൾ, അന്നം, വസ്ത്രം, പാർപ്പിടം, ഇത് തേടിയിട്ടാണ് മനുഷ്യൻ്റെ ആദ്യകാലത്തും അവൻ്റെ യാത്രകൾ മുഴുവൻ അതായിരുന്നു. അപ്പോൾ അന്നം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, അത് അവൻ്റെ സമാധാനത്തിന് ആവശ്യമായിരുന്നു. അങ്ങനെ അവൻ്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറി. അവൻ അന്നം കിട്ടി, വസ്ത്രം കിട്ടി, പാർപ്പിടം കിട്ടി, പക്ഷെ സ്വസ്ഥനാവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രം സമാധാനം ഉണ്ടാവുന്നില്ല. അപ്പോൾ അവർ മനസ്സിലാക്കിയൊരു കാര്യം, വെറും ഒരു സ്ഥൂലമായ ലോകത്തിൽ മാത്രം അഭിരമിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെട്ടു എന്നതുകൊണ്ട് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ചില സൂക്ഷ്മമായ ലോകങ്ങളെ കൂടി അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നമ്മൾക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാത്ത, അനുഭവിക്കാത്ത ലോകങ്ങളെ, സൂക്ഷ്മമായ ലോകങ്ങളെ, ആഴങ്ങളെ നമ്മൾ പറഞ്ഞതാണ് ആത്മാവ് എന്നുള്ളൊരു വാക്ക്. നമ്മളെപ്പോഴും നമ്മളൊരു സാധാരണ ഒരു പാട്ട് കേട്ടു, ആ പാട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം. പക്ഷെ നമ്മളങ്ങ് വളരെ ആഴത്തിൽ തൊട്ടാലോ നമ്മൾ പറയണൊരു വാക്കാണ്, അത് ആത്മാവിനെ തൊട്ടു. എന്തറിഞ്ഞിട്ട് നമ്മൾ ഈ ആത്മാവിനെ തൊട്ടു എന്ന് പറയുന്നത്? പക്ഷെ നമ്മളെല്ലാവരും പറയും നമ്മൾ ആത്മാവ് എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ ആത്മാവിനെ തൊട്ടു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൃദയത്തെ തൊട്ടു. അതായത് നമ്മളെ അതിൻ്റെ ഒരു ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അപ്പോൾ മനുഷ്യൻ എപ്പോഴും ആഴങ്ങളെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനിലുണ്ട്. വെറും ഇത് പോരാ, ഇത്ര പോരാ, ഇതിൻ്റെ അപ്പുറത്ത് എന്താണുള്ളത്. പിന്നെ മനുഷ്യൻ ഈ ലോകത്തിലേക്ക് നോക്കി, അവൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തെ കാണാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഈ കാടിനെ നമുക്ക് പല രീതിയിൽ അനുഭവിക്കാം. ചുമ്മാ അതിൻ്റെ ഉള്ളിലൂടെ നടന്ന് കഥ പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് ഇറങ്ങിപ്പോവാം. എന്നിട്ട് നമ്മൾ പറയും ഞങ്ങൾ ഇന്നൊരു ഉഗ്രം പാർക്കിൽ പോയി എന്ന് പറയും. പക്ഷെ ഒന്നും നമ്മളെ തൊട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഈ ഗേറ്റ് കയറിയത് മുതൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ ചെടികൾ, പൂക്കൾ, അതുപോലെ തന്നെ മുളങ്കാടുകൾ, ഇവിടുത്തെ ചീവീടുകളുണ്ടെങ്കിൽ അതിൻ്റെ ശബ്ദം, ഇവിടെ നടക്കുന്ന അണ്ണാൻ, ഇങ്ങനെ ഇതിനെ സർവ്വതിനെയും അനുഭവിച്ച് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, നമ്മുടെ അഭാവം നമ്മൾ അനുഭവിക്കും. പിന്നെ നമ്മളവിടെ പ്രസക്തരല്ലാതായിട്ട് മാറും, നമ്മളുണ്ടാവില്ല. നമ്മൾ ഈ ചുറ്റുപാടിലേക്ക് നമ്മളങ്ങ് 100% വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മളുണ്ടാവില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മളിവിടെ വന്നിരുന്നു, ഇരിക്കണ സമയത്തൊക്കെ നമ്മളിങ്ങനെ വേറെ ആൾക്കാരാണ്, പലതരം മൂഡുകളിലാണ്. പക്ഷെ ഇരുന്നൊരു വിഷയം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അറിയാതെ നമ്മളിലേക്ക് എല്ലാവരിലും ഒരു ഏകാഗ്രത വന്നു. ഇവിടെ നമ്മൾ പ്രസക്തരല്ലാതായിട്ട് മാറുകയും ഈ പറയുന്ന വിഷയത്തിലേക്ക് ശ്രദ്ധ വരികയും ചെയ്തു. അത് നമുക്ക് കുറച്ചും കൂടി ഒരു സ്വസ്ഥത തരുന്നുണ്ട്, സമാധാനം തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് സമാധാനം തരുന്നതൊക്കെ നമുക്കിഷ്ടമാണ്. നമുക്ക് സമാധാനം തരുന്ന ഏത് അന്തരീക്ഷവും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ വന്ന് ഈ കാടിനെ കുറച്ച് ആഴത്തിൽ അനുഭവിച്ച് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു അർജുണ്ടാവും, അതുപോലെ ഇനി അനുഭവിക്കണം. അപ്പോൾ നമ്മൾക്ക് അനുഭവിക്കാവുന്ന സമാധാനത്തിൻ്റെ ഒരു ആഴം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ കുറച്ചും കൂടി അതിൻ്റെ ആഴം അനുഭവിക്കണം എന്നുള്ള ഒരു ദാഹം നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പാട്ട് കേൾക്കുമ്പോഴാണ്, ഇതാണോ പാട്ട്, അപ്പോൾ ഇതുവരെ ഞാൻ കേട്ടിരുന്നു എന്ന് അത്ര പോരാന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു പാട്ട് കേൾക്കാൻ നമുക്ക് തോന്നും. ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും ബാഹ്യമായ പ്രതലങ്ങളിൽ അനുഭവിക്കുന്ന സ്വസ്ഥതയിൽ നിന്ന് കുറച്ചും കൂടി ആഴമുള്ള സ്വസ്ഥതകളിലേക്ക് എനിക്ക് പോകണം, കുറച്ചും കൂടി ആഴമുള്ള സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തണമെന്ന് ലോകത്തിൽ എല്ലാ ജീവികളും മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ ഉള്ളിൽ അങ്ങനെ അർജുണ്ട്.
അതിന് പറയുന്ന പേരാണ് ആത്മാന്വേഷണം.